ഇത്തേറിയം വാങ്ങാൻ സമയമായോ? ഇത്തേറിയത്തിൻ്റെ പ്രൈസ് 2025 മാക്സിമം ഏത് ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫെബ്രുവരിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ഇത്തേറിയം 2024 പ്രൈസ് പ്രൊഡിക്ഷൻ എന്നുള്ള ഈ ഒരു വീഡിയോയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇൻഫാക്റ്റ് അതേ ചാർട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ 2024 എൻഡോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $2,20,000 ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് $13,600 എത്തും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ETF അപ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് December 30th അതായത് ഈ ഒരു 2024 കഴിയാറായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു $2,20,000 എന്നുള്ളൊരു ടാർഗറ്റിലോട്ടും എത്തിയിട്ടില്ല. ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ഈ ഒരു $13,600 എന്നുള്ളൊരു ടാർഗറ്റിലോട്ടും എത്തിയിട്ടില്ല. ഈവൻ ഈ ഒരു 2 ETF അപ്രൂവ് ആയിട്ട് പോലും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വാലിഡ് തന്നെയാണ്. അടുത്ത വർഷം 2025 ഈ ഒരു 2 ടാർഗറ്റിലോട്ടും എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ റീസെൻ്റ്ലി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രൈസ് പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രൈസ് ടാർഗറ്റുകളിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഈ എല്ലാ ടാർഗറ്റും 2025 അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യാനുള്ള രണ്ട് റീസൺ എന്ന് പറയുന്നത്, റീസെൻ്റ്ലി ബിറ്റ്വൈസും വാനക്കും അവരുടെ പുതിയ റിപ്പോർട്ടിൽ 2025 ബിറ്റ്കോയിൻ്റെ പ്രൈസ് ടാർഗറ്റും ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ടാർഗറ്റും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബിറ്റ്വൈസ് ആണെന്നുണ്ടെങ്കിലും വാനക്ക് ആണെന്നുണ്ടെങ്കിലും ഇത്തേറിയത്തിൻ്റെയും ബിറ്റ്കോയിൻ്റെയും ETF കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ടാർഗറ്റ് ബിറ്റ്വൈസ് പറയുന്നത് $2,00,000 എത്തും എന്ന് പറയുമ്പോൾ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് വെറും $7,000 എത്തും എന്നുള്ളത് ആണ് അവർ പറയുന്നത്. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഡബിൾ ആവും എന്ന് പറയുമ്പോൾ ഇത്തേറിയത്തിൻ്റെ പ്രൈസും അതേപോലെ ഡബിൾ ആവും എന്നുള്ളതാണ് പറയുന്നത്. ഈവൻ വാനക്കാണ് എന്നുണ്ടെങ്കിലും $1,80,000 ബിറ്റ്കോയിൻ എത്തും എന്ന് പറയുമ്പോൾ അതേ വാനക്ക് പറയുന്നത് വെറും $6,000 മാത്രമാണ് ഇത്തേറിയം എത്തും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും ബെയറിഷ് ആയിട്ടുള്ളൊരു പ്രൈസ് പ്രൊഡിക്ഷൻ ഇത്തേറിയത്തിൻ്റെ കേസിൽ. അതായത് ആൾട്ട് കോയിൻസ്, അതായത് ബിറ്റ്കോയിൻ ഡബിൾ ആവുന്ന സമയത്ത് ആൾട്ട് കോയിൻസ് ഡബിൾ ആയാൽ പോരല്ലോ, അതിലും കൂടണ്ടേ. ഒരു ആൾട്ട് സീസൺ ഉള്ള സമയത്ത് ആൾട്ട് കോയിൻസ് നോർമലി എസ്പെഷ്യലി ഇത്തേറിയം എല്ലാം ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യണ്ടേ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതേ ഒരു സെയിം വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ ബെയറിഷ് ആണ് എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തേറിയം BTC ചാർട്ട്, BTC ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ബോട്ടം ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. സോ അടുത്ത കുറച്ച് മാസങ്ങളിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ഒരു ബുൾ മാർക്കറ്റിൽ ഒരു കുറച്ച് മാസം, അടുത്തൊരു 6-7 മാസത്തേക്കെങ്കിലും ഇത്തേറിയത്തിന് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ബിറ്റ്കോയിൻ്റെ റിട്ടേൺ ഔട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്, ഇത്തേറിയം വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ ഉള്ള ഏറ്റവും പെർഫെക്റ്റ് ടൈമാണ് ഇപ്പോൾ. സോ ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സോ മാക്സിമം എത്രയൊക്കെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് ഓരോ ആൾട്ട് കോയിൻസിൻ്റെ ചാർട്ടും ബിറ്റ്കോയിൻ ടേംസിൽ അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഓരോ ആൾട്ട് കോയിൻസിൻ്റെ ചാർട്ടും ബിറ്റ്കോയിൻ ടേംസിൽ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ 1-2 വർഷമായിട്ട് മറ്റുള്ള ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിറ്റ്കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നും, അതേപോലെ തന്നെ ഇപ്പോൾ ഇൻക്ലൂഡിങ് ഇത്തേറിയം ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നതും, ഈ ഒരു മൊമെൻറ്റിൽ നിന്ന്, ഈ ഒരു ടൈമിൽ നിന്ന് അടുത്ത 6-7 മാസം എന്തുകൊണ്ടാണ് ഇത്തേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസൺ മനസ്സിലാവും. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ലോങ് ടേമിൽ നമ്മൾ എപ്പോഴും ബിറ്റ്കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ലോങ് ടേമിൽ ഒരു ആൾട്ട് കോയിൻസും ബിറ്റ്കോയിനെ ഔട്ട് പെർഫോം ചെയ്യുന്നില്ല, അത് എന്തുകൊണ്ടാണ് പറയുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, എന്താണ് ഔട്ട് പെർഫോമിങ്, എന്താണ് അണ്ടർ പെർഫോമിങ് എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ക്ലാരിറ്റി വരും. സോ എന്താണ് ഈ ഒരു ചാർട്ട്? ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ബിറ്റ്കോയിൻ ടേംസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇത്തേറിയത്തിൻ്റെ പ്രൈസ് 0.03645 ബിറ്റ്കോയിൻ ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 0.03642 ഇൻറ്റു ഇപ്പോൾ നിലവിലെ ബിറ്റ്കോയിൻ പ്രൈസ് എത്രയാണ്, $94,000 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3,423 കിട്ടുന്നത് അല്ലേ. അതായത് ഒരു ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ 3,000 സംവെയർ അറൗണ്ട്
3417 ഓക്കെ. ഇതാണ് ഓരോ ആൾട്ട് കോയിൻസിൻ്റെയും ബിറ്റ് കോയിൻ ടേംസിലുള്ള പ്രൈസ്. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. 2017 0.156 ബിറ്റ് കോയിൻ ആയിരുന്നു ഒരു ഇത്തേറിയം. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.156 ഇൻറ്റു ഇന്നത്തെ പ്രൈസിൽ ബിറ്റ് കോയിൻ്റെ 94,000 എന്നുള്ള പ്രൈസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $14,664 ഇത്തേറിയത്തിൻ്റെ ഓൾ ടൈം ഹൈ. അതായത് ഇപ്പോൾ ഉള്ള 3,400 നിന്നും $14,664 പോയാലാണ് ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ബിറ്റ് കോയിൻ ടേംസിൽ 2017 ഓൾ ടൈം ഹൈന് ബ്രേക്ക് ചെയ്യുള്ളൂ. ഇതുവരെ അത് 2021 ബുൾ മാർക്കറ്റിൽ പോലും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈ ഒരു ബുൾ മാർക്കറ്റിലും ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇതിനെയാണ് നമ്മൾ അണ്ടർ പെർഫോമിങ് എന്ന് പറയുന്നത്. സോ ഞാൻ എപ്പോഴും ഇപ്പോൾ സ്റ്റോറി ഇടുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഓരോ ചാർട്ടും, ഇപ്പോൾ ഇത്തേറിയം ബിറ്റ് കോയിൻ ചാർട്ടാണെന്നുണ്ടെങ്കിലും XRP BTC ചാർട്ട്, LTC BTC ചാർട്ട്, BCH BTC ചാർട്ട്, ഇത്തരത്തിലുള്ള ഓരോ പഴയ ആൾട്ട് കോയിൻസിൻ്റെ ചാർട്ട് ഇട്ടിട്ട്, അതായത് ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഡോളർ ടേംസിൽ ഇത് പ്രൈസ് കൂടുന്നുണ്ടോ എന്നുള്ളതല്ല പോയിൻറ്റ്. ബിറ്റ് കോയിൻ ടേംസിൽ അണ്ടർ പെർഫോം ചെയ്യാണ് എന്നുള്ളതാണ് പോയിൻറ്റ്. അണ്ടർ പെർഫോമിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ സിമ്പിൾ. അതായത് 2017 ഇപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ ഓൾ ടൈം ഹൈയിലുള്ള സമയത്ത് 2017 ജൂണിൽ $1,000 നിങ്ങൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതേ $1,000 ഞാൻ ഇത്തേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ, അതായത് ഇപ്പോൾ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് എത്രയാണ്? 3,400, ബിറ്റ് കോയിൻ്റെ പ്രൈസ് $94,000. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ എത്ര ലാഭത്തിൻ്റെ പകുതി പോലും ഞാൻ ഇത്തേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതിനെയാണ് നമ്മൾ അണ്ടർ പെർഫോമിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ 2017 ഇപ്പോൾ ഉള്ള പ്രൈസും ബിറ്റ് കോയിൻ്റെ ഡോളർ ടേംസിലുള്ള പ്രൈസും ഇത്തേറിയത്തിൻ്റെ ഡോളർ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ലാഭമുണ്ട് അല്ല. നിങ്ങളും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആരാണ് ലാഭം കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളാണ്. ദിസ് ഈസ് ദ ഹോൾ പോയിന്റ്. ഇതിനാണ് നമ്മൾ അണ്ടർ പെർഫോമിംഗ് ഔട്ട് പെർഫോമിംഗ് എന്ന് പറയുന്നത്. സോ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം ഇപ്പോൾ XRPയുടെ പ്രൈസ് കൂടിയ സമയത്ത് പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. XRP BTC XRPയുടെ പ്രൈസ് കഴിഞ്ഞ നവംബറിൽ കൂടിയ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ അണ്ടർ പെർഫോമിംഗ് ആണല്ലോ എന്ന് പറയുന്നത്, പക്ഷേ XRPയുടെ പ്രൈസ് ഇത്രയും കൂടിയല്ലോ എന്ന് പറഞ്ഞ് പല ആളുകളും മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷേ പോയിൻ്റ് ഇതാണ്, അതായത് 2017-18 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 2017 പോലെ ഈ ഒരു പോയിന്റിൽ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ 2020 ഡിസംബറിൽ 2020 ഡിസംബറിൽ ഈ ഒരു ലെവലിലോട്ട് പോലും XRPയുടെ പ്രൈസ് എത്തിയിട്ടില്ല. XRPയുടെ ഡോളർ ടേംസിലുള്ള പ്രൈസ് എത്തിയോ എന്നുള്ളതല്ല പോയിന്റ്. അതേ ഒരു പീരീഡിൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾ ഇതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോയിന്റ്. ഇപ്പോൾ ഇതേ ഒരു ചാർട്ട് നമ്മൾ ഏത് ആൾട്ട് കോയിൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ LTC എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കോയിൻ വളരെ ഭീകരമായിട്ടാണ് ഓരോ വർഷം കൂടുമ്പോഴും താഴോട്ട് പോകുന്നത് അല്ലേ. ഇപ്പോൾ BCH ആണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതൊരു ചാർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിലാണ് താഴോട്ട് പോകുന്നത്. സോ ഈ ഒരു ചാർട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഓരോ പ്രാവശ്യം മുകളിലോട്ട് പോകുമ്പോൾ ബിറ്റ് കോയിനേക്കാളും കൂടുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. താഴോട്ട് വരുമ്പോൾ ബിറ്റ് കോയിൻ കുറയുന്നതിനേക്കാളും കൂടുതൽ റേറ്റിൽ കുറയുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഓരോ ബുൾ മാർക്കറ്റ് കഴിയുമ്പോഴും ഇത് അതിൻ്റെ പഴയ ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നില്ല എന്നുള്ളതും കാണാം. ഇപ്പോൾ 2021 ബുൾ മാർക്കറ്റിൽ അത് 2017-18 ബുൾ മാർക്കറ്റ് പീക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടില്ല, അത് ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിലും ഈ ഒരു 2021 ഓൾ ടൈം ഹൈയിലോട്ട് പോലും എത്താൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ഒരു ബോട്ടം ലെവലിലോട്ട് ഇത്തേറിയം ബിറ്റ് കോയിൻ്റെ ചാർട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. 2021 ഇത്തേറിയത്തിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങി, ബിറ്റ് കോയിനേക്കാളും കൂടുതൽ കൂടാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് 2021 ജനുവരി മുതൽക്ക് കൂടാൻ തുടങ്ങി. സോ 2021-25 മുതൽക്കും കൂടാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 0.0621 ബിറ്റ് കോയിൻ എങ്കിലും ഇത്തേറിയത്തിൻ്റെ പ്രൈസ് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു 13,600 എന്നുള്ളൊരു ടാർഗറ്റ് കിട്ടും. അതായത് 0.06210 എന്നുള്ള എൻ്റെ ഈ ഒരു ബിറ്റ് കോയിൻ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 2,20,000 കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ $13,662 എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് വളരെ ഈസി ആയിട്ട്
എത്താൻ സാധിക്കും. ഓക്കെ, സോ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ബിറ്റ്കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാജിൻ 2021, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈ 2021 നവംബർ മാസം മുതൽക്ക് ഈ ഒരു പീരീഡിൽ നിങ്ങൾ ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതേസമയം ഞാൻ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഒരു പീരീഡിൽ ബിറ്റ്കോയിൻ്റെ ഇത്തേരിയത്തിൻ്റെയും പ്രൈസ് എത്രയാണ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് 2021 ഡിസംബറിൽ എൻഡിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $46,000. ഇന്ന് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $94,000 അല്ലേ. അതേസമയം ഇത്തേരിയത്തിൻ്റെ പ്രൈസോ 2021 ഡിസംബർ എൻഡിൽ $3,700, $3,425 ഇപ്പോൾ. അതായത് 7% ലോസാണ്. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾ 100% പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ -7 ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇമാജിൻ ഈ ഒരു $46,000 നിന്ന് ബിറ്റ്കോയിൻ പ്രൈസ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ $2,20,000 വരെ പോയി. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്തേരിയത്തിൻ്റെ പ്രൈസ് $13,600 വരെ പോയി എന്ന് വിചാരിക്കുക. എന്നാലും ഈ ഒരു റിട്ടേൺ, ബിറ്റ്കോയിൻ്റെ റിട്ടേൺ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ? ഇല്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. അതേപോലെ തന്നെ അടുത്ത ചോദ്യം, ബിറ്റ്കോയിൻ്റെ പ്രൈസ് കഴിഞ്ഞ ബുൾ മാർക്കറ്റ് പീക്ക് ലെവലിൽ നിന്ന് $69,000 നിന്ന് $2,20,000 വരെ പോയി, 219%. ഇത്തേരിയത്തിൻ്റെ പ്രൈസ് കഴിഞ്ഞ ബുൾ മാർക്കറ്റ് പീക്ക് $4,868 നിന്നും $13,600 വരെ പോയാലും സ്റ്റിൽ ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. 179% ആണ് കൂടുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ബിറ്റ്കോയിനെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ബിറ്റ്കോയിൻ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ബിറ്റ്കോയിനിൽ SIP ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കാം. കഴിഞ്ഞ 3 വർഷം, അതായത് ഈ പറയുന്ന ഇത്തേരിയം മെർജെല്ലാം നടന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് എല്ലാ മാസവും നിങ്ങൾ ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ 189% റിട്ടേൺ ഉണ്ടാക്കിയപ്പോൾ ഇത്തേരിയത്തിൽ അതേ 3 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ 71% ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് $2,20,000 എത്തി, ഇത്തേരിയത്തിൻ്റെ പ്രൈസ് $13,600 എത്തിയാലും ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അത്ര പ്രോഫിറ്റ് ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഉണ്ടാക്കുന്നില്ല, ബിക്കോസ് അണ്ടർ പെർഫോമിംഗ് ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന്, അതായത് ഇത്തേറിയം ബിറ്റ്കോയിൻ്റെ ഈ ഒരു ബോട്ടം ലെവലിൽ നിന്ന് 0.03632 BTC എന്നുള്ള ഈ ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു 5-6 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസിനേക്കാളും കൂടുതൽ ഔട്ട് പെർഫോം ചെയ്തിട്ട് ഇത്തേറിയം BTC ഈ ഒരു ചാർട്ട് ഈ ഒരു 0.06210 BTC എന്നുള്ള ഈ ഒരു ലെവലിലോട്ട് എത്താനാണ് സാധ്യതയുള്ളത്. അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പാറ്റേൺ കാണാൻ സാധിക്കും. അതായത് 2018 ബുൾ മാർക്കറ്റിലെ BTCയുടെ ഓൾ ടൈം ഹൈ, നമ്മൾ ഈ ഒരു ഓൾ ടൈം ഹൈ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാനക്കിൻ്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന ബിറ്റ്വൈസിൻ്റെയും പ്രൈസിനെക്കാട്ടിയും കൂടുതൽ ബെയറിഷ് ആവേണ്ടി വരും. സോ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫെബ്രുവരിയിലുള്ള BTCയുടെ ഓൾ ടൈം ഹൈ ആണ്. 0.12 എന്നൊരു ഓൾ ടൈം ഹൈയിൽ നിന്നും 28% ആണ് 2021 ഓൾ ടൈം ഹൈയിലോട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത്. സോ ഇതേ ഒരു 28% നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിലും കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 0.03631 എന്നുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് 0.06210 എന്നുള്ള ഈ ഒരു പ്രൈസ് പോയിന്റിലോട്ട് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ 0.06210 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു 13,600 എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് കിട്ടും. അതായത് 0.06210 ഇൻറ്റു $2,20,000 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 13,662, അതായത് എൻ്റെ ഈ ഒരു പ്രൈസ് ടാർഗറ്റ് ആയിട്ടുള്ള 13,600 എന്നുള്ളൊരു പ്രൈസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു പ്രൈസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത ചോദ്യം, ഇപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? ഇത്തേരിയത്തിൻ്റെ ഈ ഒരു അടുത്തൊരു 5-6 മാസം ഇൻ കേസ് ബിറ്റ്കോയിനെ ഔട്ട് പെർഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടം ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഞാൻ എന്ത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമാജിൻ നിങ്ങളൊരു പുതിയ ഒരു ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടൊരു ക്യാപിറ്റൽ ഉണ്ട്, ഒരു $10,000 ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? സോ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 300% റിട്ടേൺ കിട്ടും. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 134% റിട്ടേൺ കിട്ടും അല്ലേ.
അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാവും അതായത് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത്. പക്ഷേ ഇവിടെ വേറൊരു പോയിന്റും കൂടി ഉണ്ട്. അതായത് 90% ആളുകളും ഏതെങ്കിലും ഒരു ടോക്കണിൻ്റെ എക്സാക്റ്റ് ടോപ്പിലൊന്നും പോയി സെല്ല് ചെയ്യാൻ പറ്റാറില്ല. അധികം ആളുകളും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു 50x മുകളിലോട്ട് പോകാൻ പൊട്ടൻഷ്യലുള്ള ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്കൊരു 25 ടൈംസ് എങ്കിലും റിട്ടേൺ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മളൊരു 25 ടൈംസ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്കൊരു 10 ടൈംസ് പ്രോഫിറ്റ് എങ്കിലും ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മളൊരു 300% പ്രോഫിറ്റ് കിട്ടാൻ മാക്സിമം പോകാൻ സാധ്യതയുള്ളൊരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 100%ഓ അല്ലെങ്കിൽ ഒരു 150%ഓ ടോക്കണൊക്കെ ആയിരിക്കും. അത് കാരണം കൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ പൈസ നമ്മൾ ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 ടൈംസ് റിട്ടേൺ എങ്കിലും നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ വേണം. അത്തരത്തിൽ പൊട്ടൻഷ്യൽ ഒരു ടോക്കണിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളത്. സോ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറയുന്നത്, ബിറ്റ് കോയിനിലല്ലാതെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്സൈഡ് പൊട്ടൻഷ്യലുള്ളൊരു ടോക്കണിലാണ് ഞാൻ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ ടോക്കണുകളും, വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ടോക്കണുകൾ നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സൂയി ആണെന്നുണ്ടെങ്കിലും ആപ്റ്റോസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം പുതിയ ടോക്കണുകളാണ്. ഇപ്പോൾ സൊലാന ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇത്തേരിയത്തിന് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇത്തേറിയം ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഈ ഒരു $3410 നിന്നും $13,000 പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ റിട്ടേൺ എന്തായാലും കൂടുതൽ കിട്ടാൻ പോകുന്നത് ആർബിട്രം, ഓപ്റ്റിമിസം അല്ലെങ്കിൽ വേറെ ലെയർ 2 ബ്ലോക്ക് ചെയിൻസ് അല്ലെങ്കിൽ ഇത്തേറിയം ബ്ലോക്ക് ചെയിൻ അകത്തുള്ള മറ്റുള്ള ഏതെങ്കിലും യൂട്ടിലിറ്റി ടോക്കണുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ ഉള്ളത് ആർബിട്രം, ഓപ്റ്റിമിസം എന്നുള്ള ഈ ലെയർ 2 ബ്ലോക്ക് ചെയിൻസ് ഒക്കെയാണ്. കാരണം ഞാൻ അത്രയും ബുള്ളിഷാണ് ലെയർ 2 ബ്ലോക്ക് ചെയിൻസിൽ. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യുന്ന ലെയർ 2 ബ്ലോക്ക് ചെയിൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ്, ആർബിട്രം, ഓപ്റ്റിമിസം ആണ്. ബേസിന് ഓഫ് കോഴ്സ് ടോക്കൺ ഇല്ല, ആർബിട്രം, ഓപ്റ്റിമിസിന് ടോക്കൺ ഉണ്ട്. ഇപ്പോൾ L2 ബീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആർബിട്രം, ബേസ്, ഓപ്റ്റിമിസം ഇതൊക്കെയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റീറ്റെയിൽ അഡോപ്ഷനുള്ള ലെയർ 2 ബ്ലോക്ക് ചെയിൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തേരത്തിൻ്റെ പ്രൈസ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് 3400 നിന്ന് 13600 മൂന്നിരട്ടി കൂടുന്ന ടൈം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 ടൈംസ് എങ്കിലും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതായത് 30 ടൈംസ് പൊട്ടൻഷ്യലുള്ള ടോക്കണുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു ബുൾ മാർക്കറ്റ് തീരുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 10 ടൈംസ് എങ്കിലും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും കുറച്ച് എമൗണ്ട്, ഏകദേശം ഒരു $5,000 വീണ്ടും ഇത്തേറിയം വാങ്ങിച്ചിട്ട് ആ ഇത്തേറിയം ആവേൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു $3000 ബോറോ ചെയ്തിട്ട് വീണ്ടും ഞാൻ ആർബിട്രം, ഓപ്റ്റിമിസം വാങ്ങിയിരിക്കുന്നത്. സോ ഇത്തേരത്തിൻ്റെ ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള, അതായത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൂടുതലും ലെയർ 2 ബ്ലോക്ക് ചെയിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി, ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി, ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.